എന്റെ ബഹുമാന്യ സുഹൃത്തും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ലീഗിന്റെ സമന്വയ നേതാവുമായ ശ്രീ AGC ബഷീർ, മറ്റ് UDF നേതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ തവണ പടന്നയിൽ ഞാൻ പറഞ്ഞത് എനിക്ക് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും. അത് 40,438 ഇത്തവണ ഞാൻ പറയുന്നു അത് 2 ലക്ഷമായാൽ അത്ഭുതപ്പെടാനില്ല. കാര്യം ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ മാസം 26-ാം തീയതി 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് നിങ്ങളെ നേരിൽ കണ്ട് അപേക്ഷിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ വന്ന് കുടുംബാംഗങ്ങളെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങണമെന്ന് എനിക്ക് അദമ്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സമയക്കുറവ് കൊണ്ട് അതിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും ഇതുപോലൊരു വേദിയിൽ കണ്ട് നിങ്ങളെ വോട്ട് അഭ്യർത്ഥിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങളെല്ലാവരും എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. എന്റെ വിജയത്തിനായി നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്തും ചെയ്യിപ്പിച്ചും വൻപിച്ച ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥാനാർത്ഥിയായി ആദ്യമായി ഞാൻ കടന്നു വരുമ്പോൾ എന്നെ നിങ്ങൾക്ക് മിനി സ്ക്രീനിലൂടെയും ഡിസ്പ്ലേയിലൂടെയും കണ്ടിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ 20 മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ കണ്ടിട്ടുള്ളൂ. എന്നിട്ടും ഈ പഠനക്കാർ എനിക്ക് നൽകിയ സ്നേഹം വാരിക്കോരി തന്നു. സ്നേഹം, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം ഈ ജന്മം എനിക്ക് മറക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിൽ ഒരംഗമാകാൻ എനിക്ക് മഹാഭാഗ്യം ഉണ്ടാക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയും. ഒരു പാർലമെന്റ് അംഗമായി നിങ്ങൾ തെരഞ്ഞെടുത്തു. ഞാൻ ഡൽഹി പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ്, പാർലമെന്റിന്റെ പടി ചവിട്ടുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളെ ധ്യാനിച്ച്, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കാല് തൊട്ടു തൊഴുത് നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ MP ആയി സത്യപ്രതിജ്ഞ ചെയ്തതും 5 വർഷം ജീവിച്ചത്. ഒരു MP എന്ന നിലയ്ക്ക് ഞാൻ പാർലമെന്റിൽ ഒരുപാട് ഈ നാടിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് അമ്പലങ്ങളുടെയും പള്ളികളുടെയും ബസ്തികളുടെയും നാടാണ്. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ മതേതരത്വം. ബഹുസ്വരതയാണ് മതേതരത്വം. ആ മതേതരത്വം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ, ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കാൻ പാർലമെന്റിനകത്ത് നിങ്ങൾക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് പിടിച്ചു വാങ്ങിച്ചു വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞ് സസ്പെൻഷൻ ഓർഡർ അടിച്ചു വാങ്ങിച്ച MP-യാണ് കാസർഗോഡ് MP. അതുപോലെ തന്നെ ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവന്നപ്പോൾ അതിന് നഖശികാന്തം ഞാൻ എതിർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ മണിപ്പൂർ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 100 ക്രിസ്ത്യാനി സ്ത്രീകളെ കൂട്ടമാനഭംഗത്തിനിരയാക്കി, 300 പേരെ കൊന്നൊടുക്കി, ശവങ്ങൾ അടക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ യേശുക്രിസ്തുവിന്റെ സ്തൂപം അടിച്ചു തകർത്തു. പള്ളികളും പള്ളിക്കൂടങ്ങളും തീവെട്ടി നശിപ്പിച്ചു. പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ല. അവിടെ പോയത് ഒരേ ഒരാൾ മാത്രം, അത് രാഹുൽ ഗാന്ധിയാണെന്ന് നിങ്ങൾക്കറിയാം. മണിപ്പൂർ ഒരു അഗ്നിപർവ്വതം പോലെ പുകയുന്നു. ആ മണിപ്പൂരിന് വേണ്ടി ഞാൻ 24 മണിക്കൂർ കാസർഗോഡ് ഉപവാസം നടത്തി. ആ ഉപവാസം അവസാനിപ്പിച്ചത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് പാമ്പാനി പിതാവ് വന്ന് നാരങ്ങാനീര് നൽകിയിട്ടാണ്. അതുകൂടാതെ നിങ്ങൾക്കറിയാം, പാർലമെന്റിൽ എൻഡോസൾഫാന് വേണ്ടി ഞാൻ വാദിച്ചിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ മാറണമെങ്കിൽ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് അത് കാസർഗോഡ് കിട്ടിയേ മതിയാകൂ. അത് വാങ്ങിയെടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം. എയിംസ് ഇവിടെ കൊണ്ടുവരണം. അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, അതുപോലെ കുടുംബശ്രീ വർക്കർമാർ, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ശമ്പളമില്ല, പെൻഷനില്ല, അവർക്ക് ഓണറേറിയം മാത്രം. എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് അവരെ സംസ്ഥാന ജീവനക്കാരാക്കണമെന്ന് ഞാൻ പാർലമെന്റിൽ അതിശക്തമായി വാദിച്ചു. പ്രവാസി മലയാളികളെ കൊള്ളയടിക്കുന്ന
വിമാന കമ്പനികളെ നിലയ്ക്ക് നിർത്താൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഞാൻ പാർലമെന്റിൽ വാദിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണൂരിൽ നിന്ന് വിദേശ വിമാനങ്ങൾ വളരെ കുറവാണ്. വിദേശ വിമാനങ്ങൾക്ക് വരാനും പോകാനും കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ അനുവദിക്കണമെന്ന് 3 പ്രാവശ്യം പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജ് യാത്രയ്ക്ക് പോകുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ്. ആ യാത്രക്കാർക്ക് വേണ്ടി, ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി കണ്ണൂർ വിമാനത്താവളം ഒരു എംബാർക്കേഷൻ പോയിന്റായി ഉയർത്തണമെന്ന് ഞാൻ പാർലമെന്റിൽ വാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഒരു എംപിക്ക് ഒരു വർഷം 5 കോടിയാണ് വികസന ഫണ്ട്. 5 വർഷം 25 കോടി. കോവിഡ് വന്നു, 8 കോടി വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി. ബാക്കി 17 കോടി. എല്ലാ എംപിമാർക്കും 17 കോടി. പക്ഷെ എനിക്ക് 2.5 കോടി അധികം കിട്ടി. എന്റെ മുൻഗാമി പി കരുണാകരൻ ചെലവാക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടി ഞാൻ കണ്ടുപിടിച്ചു, കേന്ദ്രത്തിൽ എഴുതി. കേന്ദ്രം എനിക്ക് ആ 2.5 കോടി കൂടി തന്നു. അങ്ങനെ 19.5 കോടി എനിക്ക് കിട്ടി. 267 ഹൈമാസ് മിനിമാസ് ലൈറ്റ് കാസർഗോഡ് മൊത്തം ഇട്ടു. ഞാനല്ല ഇട്ടെന്ന് പറയാനിരിക്കുക, എന്റെ പടവും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്കറിയാം. 267 ഹൈമാസ് മിനിമാസ് ലൈറ്റ്. അതുകൂടാതെ 16 ബസ്സുകൾ. ആദ്യത്തെ ബസ് ഞാൻ കൊടുത്തത് ജനാബ് CH മുഹമ്മദ് കോയയുടെ സ്കൂള് പെരുമ്പട്ടയ്ക്കാണ് ഒന്നാമത്തെ ബസ് കൊടുത്തത്. പിന്നെ 16 ബസ് വേറെ. 5 ആശുപത്രികൾക്ക് 5 ആംബുലൻസ് കൊടുത്തു. 5 ആംബുലൻസ്. പരിയാരം മെഡിക്കൽ കോളേജിന് കോവിഡ് സമയത്ത് 60 ലക്ഷം രൂപ വെന്റിലേറ്റർ വാങ്ങാൻ ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് PPE കിറ്റ്, N95 മാസ്ക്, സാനിറ്റൈസർ, ഓക്സിമീറ്റർ വാങ്ങാൻ 60 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് 29 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ 52 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. മാത്രമല്ല, നമ്മുടെ അംഗവൈകല്യം വന്ന ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം, ഇലക്ട്രോണിക് വീൽ ചെയർ, അത് 66 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. കാല് മുറിച്ചു മാറ്റിയവർക്ക് കൃത്രിമ കാൽ, ആർട്ടിഫിഷ്യൽ ലിംബ്, അത് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ 1.8 കോടി. അത് കഴിഞ്ഞാൽ പട്ടികജാതിക്കാർക്ക് കമ്മ്യൂണിറ്റി ഹാൾ പടന്നയ്ക്ക് മാത്രം ഞാൻ 40 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 7 കമ്മ്യൂണിറ്റി ഹാളിന് 1.8 കോടി രൂപ. അതുകൂടാതെ അവർക്ക് കുടിവെള്ളത്തിന് 35, ശ്മശാനം നവീകരിക്കാൻ 40 ലക്ഷം, പട്ടികവർഗക്കാർക്ക് 55 ലക്ഷം ടൗണിൽ കൊടുത്തു. 19.5 കോടി ചെലവാക്കി. ഇനി അതുകൂടാതെ 696 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന. റോഡ് 131 കോടി, പാലം 20 കോടി, കേന്ദ്ര റോഡ് ഫണ്ട് 10 കോടി. കിനാലൂർ കരിന്തളത്ത് നാച്ചുറോപ്പതി, ആയുഷ് 90 കോടി. BSNL ഫോൺ ശരിക്കും വർക്ക് ചെയ്യാൻ